ഓക്കെ, അപ്പൊ നമ്മളെ ഈ +1 ഫിസിക്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ അതിലൊരു കോൺസെപ്റ്റാണ് നമ്മളെ ഈ പറയുന്ന റെഗുലേഷൻ ഓഫ് ഐസ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ ഇതിപ്പോ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു കൺസിഡർ ആൻ ഐസ് ക്യൂബ്, ഇത് വീട്ടിന്റെ ഫ്രീസറിനടുത്ത് ഐസ് ക്യൂബ് ആണ്. ഒരു ഐസ് ക്യൂബ് എന്റെ അടുത്തുണ്ട്. ഓക്കെ, ഐസ് ക്യൂബ്. അപ്പൊ എന്താ നമ്മൾ ഈ പറയുന്ന ഐസ് ക്യൂബിന് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഐസ് ക്യൂബ് മെൽറ്റ് ആവും. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു എന്താ ഉള്ളത്, നമ്മളെ ഉണ്ട നൂലെല്ലാം പറയുന്ന ഒരു കട്ടിയില്ല ഒരു ഇതുണ്ട് എന്റെ അടുത്ത്. ഇപ്പൊ ഒരു നൂലുണ്ട്, അതേപോലെ സ്ട്രിങ്. അപ്പോ ഞാനിപ്പോ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അന്നേരം എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഈ പ്രഷർ കാരണം ഈ ഐസ് മെൽറ്റ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മൾ ഈ ഒരു നൂല് ഇതിന്റെ ഉള്ളിലേക്ക് കയറും. പക്ഷെ നമ്മളെ അവിടെയല്ല ഇതിന്റെ ട്വിസ്റ്റ് വരുന്നത്. നമ്മൾ എവിടെയാണോ പ്രഷർ അപ്ലൈ ചെയ്തത് അവിടുന്ന് പ്രഷർ ഉള്ളോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ഈ പറയുന്ന ആ ഏരിയയില് ആ പറയുന്ന ഐസ് പിന്നെയും എന്താവും, ഫ്രീസ് ആവും. അപ്പൊ അതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഇപ്പൊ ഇനി മോള് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ച് സമയം എടുക്കും. അപ്പൊ എന്ന് പറയേണ്ടത് ഞാൻ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാം, നമുക്ക് ഇത് ഉള്ളിലായ ശേഷം ബാക്കി കാണാം. ഓക്കെ, അപ്പൊ നമ്മളെ എന്താണ്, ഞാൻ ഇന്ന് ഉച്ചക്ക് ചെറുതായിട്ട് നടന്നില്ല. ഞാൻ 4-5 ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് എന്ന് പറയേണ്ടത് അൺസക്സസ്ഫുൾ ആയി പോയി. അപ്പൊ എന്താ പറയാ, നമ്മൾ എക്സ്പെരിമെന്റ് മുടങ്ങാണ്ട് കണ്ടിട്ട് ഞാൻ വേറൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു വീഡിയോ ഞാനിപ്പോ എന്താ ചെയ്യാ ഇവിടെ കാണിച്ചു തരാം. അത് ഞാൻ കുറെ എന്താ പറയാ പ്രഷർ അപ്ലൈ ചെയ്തിട്ടും അതിലൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറയേണ്ടത് ഒരു സംഭവം പ്രഷർ വന്നിട്ടെന്ന് പറയാം, അവിടെ ഒരു ക്രാക്ക് പോലെ വന്നിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ഉള്ളിൽ കയറിയിട്ടില്ല. അതാണ് എനിക്ക് പിന്നെ എന്താ പറയുക പകുതിക്ക് വെച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനിവിടെ ആ സംഭവം എന്ന് പറയേണ്ടത് അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇയാൾ ഇവിടെ മറ്റേ ഇതെടുത്തിട്ടുണ്ട്, നൂലെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ്, നമ്മൾ ഐസ് ക്യൂബിന് നമ്മൾ ഇതാ ഇങ്ങനെ ചങ്ങായി 2 വിരൽ ഉപയോഗിച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും എന്ത് പറ്റി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ആ പറയുന്ന അയാൾ ആ ഒരു നൂല് വലിക്കുന്ന സമയത്ത് എന്താ ഐസ് ക്യൂബ് എന്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ സ്റ്റക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഇത് വലിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഐസ് ക്യൂബ് അതിൻ്റെ മുകളിൽ ഫ്ലോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മളെ പ്രഷർ കാരണം അവിടുത്തെ ഐസ് മെൽട്ടായിട്ട് നമ്മൾ എന്ത് സംഭവിച്ച് അതിൻ്റെ ഉള്ളിൽ കുഴിഞ്ഞു പോയിട്ട് ഈ പറയുന്ന നമ്മളെ ത്രെഡ് ആ നൂല് ഉള്ളിലേക്ക് പോയി. പക്ഷേങ്കിൽ എന്താണ്, വെൻ ദ പ്രഷർ ഈസ് എന്താണ് റിമൂവ്ഡ് ദെൻ അഗെയിൻ ദറ്റ് പാർട്ട് ഫ്രീസസ്. നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്തെടുത്തോളം മാത്രമാണ് ആ മെൽറ്റിങ് നടക്കുന്നത്. ആ പ്രഷർ, അതായത് അത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രഷർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലല്ലോ. കാരണം അവിടെ അന്നേരം അപ്ലൈ ചെയ്യുന്ന പ്രഷർ പോയി തീർന്ന് അത് നമ്മൾ റിമൂവ് ചെയ്ത്. അപ്പോൾ എന്ത് സംഭവിച്ചത്, റീഫ്രീസിങ്. അതാണ് ആക്ച്വലി റെഗുലേഷൻ ഓഫ് ഐസ് എന്ന് പറയുന്നത്. എനിക്ക് ഒന്നും കൂടി കാണിച്ചാൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ്. ഇത് അയാൾ നൂലെടുത്ത് ഐസ് ക്യൂബിനെ കൊണ്ട് വെച്ച് 2 കൈ കൊണ്ടും പ്രഷർ അപ്ലൈ ചെയ്ത് കുറേ നേരം കാത്തു നിന്ന് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഇത്ര വലിയ ഐസ് ക്യൂബ് ഒന്നുമില്ല. അപ്പോൾ ആ നേരം കണ്ട അത് എന്തായി വന്ന് നമ്മളെ അതിൽ സ്റ്റക്കായി. അതാണ് ബേസിക്കലി റെഗുലേഷൻ ഓഫ് ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഏത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്, വാട്ട് ഈസ് റെഗുലേഷൻ ഓഫ് ഐസ്. റെഗുലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫെനോമിനോൺ ഇൻ വിച്ച് ഐസ് മെൽറ്റ്സ് ടു ദ വാട്ടർ ബിലോ 0 ഡിഗ്രി ഓൺ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ. എന്താണ്, മെൽറ്റ്സ് ടു വാട്ടർ ഇൻ ദ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മെൽറ്റ് ആവുകയും ആൻഡ് റീഫ്രീസസ് ബാക്ക് ടു ഐസ്. വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, വീണ്ടും എന്താണ് മെൽറ്റ്, വെള്ളം പോലെ സാധനം പിന്നെയും എന്തായി മാറും, ഐസായിട്ട് മാറും ഓൺ ദ റിമൂവൽ ഓഫ് പ്രഷർ. അതുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രഷറൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ എന്താ ഈ പ്രഷർ പോയി. അപ്പോൾ എന്ത് ചെയ്യും, ആ ഭാഗം, ആ മുകളിലത്തെ ഭാഗം പിന്നെയും ഫ്രീസാവും. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന നൂല് എന്തെങ്കിലും കുടുങ്ങിപ്പോകുന്നത്, അതിനുള്ളിൽ കുടുങ്ങിപ്പോയിട്ട് നമ്മൾ ആ സംഭവം പോലെ കാണുന്നത്. സോ ദിസ് ഈസ് കോൺസെപ്റ്റ് ഓഫ് റെഗുലേഷൻ ഓഫ് ഐസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം +1 ഫിസിക്സിലെ ഏറ്റവും വലിയൊരു കോൺസെപ്റ്റാണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് കോൺസെപ്റ്റ്സ്. +1 ഫിസിക്സ് എന്ന് കേട്ടാൽ ഞാൻ ആദ്യം പറയാം ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്നാ. കാരണം അത്രയും ലെവൽ കൂടിയ ഡെറിവേഷൻ കൂടിയത്.
അപ്പോൾ ഞാൻ ഇപ്പം പറയുന്ന പോലെ +1 ഫിസിക്സിൽ ഏത് ചോദ്യപേപ്പർ എടുത്താലും ഇതില്ലാത്തൊരു ചോദ്യം ഇല്ല. എന്താണ്, ഇത് പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടം മാത്രമേ ഉണ്ടാവും. സോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ പ്രഡിക്ഷൻ, ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ, ബെർണോളിസ് പ്രിൻസിപ്പിൾ ഇല്ലാത്ത ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. നമ്മളെ കയ്യിൽ 2 ബലൂൺ ഉണ്ട്, ഇത് സ്മൈലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് പറയേണ്ടത് സ്മൈലി ഫേസ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പോൾ 2 ബലൂണ്, കൺസിഡർ 2 ഹാങ്ങിങ് ബലൂൺസ്. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാ, ഞാനിപ്പോൾ ഇതിൻ്റെ നടുക്ക്, അതായത് ഇത് 2 ബലൂൺസിൻ്റെയും ഈ പറയുന്ന നടുക്കത്തെ ആ സ്പേസിൽ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ബ്ലോ എയർ. അതിന് എന്താണ് ഊതാൻ പോവാം. അപ്പോൾ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും ഇതിൽ ഊതിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ 2 ബലൂൺ ഒന്ന് അങ്ങോട്ട് തെറിച്ചോണം, ഒന്ന് ഇങ്ങോട്ട് തെറിച്ചോണം, ഇങ്ങനെ ആയിപ്പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ നോക്കി നോക്കാം എന്താ സംഭവിക്കുമെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ P + ½ ρv² + ρg കോൺസ്റ്റന്റ്. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഇപ്പോൾ ഏതായാലും ഇവിടെ ഒന്ന് ഊതി കാണിക്കാം. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നല്ലോ, ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മളെ ബലൂണ് അങ്ങോട്ട് പോകുന്നതിന്റെ പകരം ഇറ്റ് സ്റ്റിക്സ് ടുഗെദർ. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. ഇവിടെയാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ വരുന്നത്. അതായത് എന്താണ്, ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എയർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പറയുന്ന ഏരിയയിൽ സ്മോൾ ഏരിയ ഇവിടുത്തെ എന്താ ഈ പ്രഷർ കുറഞ്ഞു. കാരണം അവിടെ എന്താണ്, ഞാനിപ്പോൾ എയർ ബ്ലോ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇവിടെ നമ്മളെ എയറിന്റെ സ്പീഡ്, ഇവിടെ എയർ മോളിക്യൂൾസിന്റെ സ്പീഡ് എന്തായി കൂടി. കാരണം ഞാൻ നല്ല സ്പീഡിലാണ് എയർ കൊടുക്കുന്നത്. അല്ല സ്വാഭാവികമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ സ്ലോ ആയിട്ടാണ് എയർ മൂവ് ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇത് കൊടുത്തപ്പോൾ എന്തായി, ഇവിടുത്തെ എയർ മോളിക്യൂൾസിന്റെ സ്പീഡ് കൂടി. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ ലോ പ്രഷർ ഇവിടെ ക്രിയേറ്റ് ആയി ഇതിന്റെ ഇടക്ക്. അപ്പോൾ നമ്മൾ പറയുന്നത്, ഞാനിപ്പോൾ ഈ 2 ബലൂണും ഫില്ല് ചെയ്തിരിക്കുന്നത് നല്ല പ്രഷറിലാണ്. ഇതിന്റെ ഇടയിൽ ഇപ്പോൾ ഇതിന്റെ ഉള്ളിൽ നല്ല പ്രഷർ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനത്തെ സിറ്റുവേഷനായി, ഇതിന്റെ ഇടക്ക് ലോ പ്രഷറും ഈ 2 ബലൂൺസിന്റെ ഉള്ളിൽ ഹൈ പ്രഷറും ആയത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയാ, വി സേ ഹൈ പ്രഷർ ഫ്ലോസ് ടു ലോ പ്രഷർ. അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാം, നമ്മളിപ്പോൾ വലിയൊരു എന്താണ് ഒരു എകരം പോലത്തെ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുവാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എകരം പോലത്തെ വലിയൊരു എകരം പോലെ നമ്മളത് മുകളിൽ നിന്ന് ഒരു സൈക്കിള് ചവിട്ടുവാണെങ്കിൽ നമ്മൾ പെഡൽ ചവിട്ടൊന്നും വേണ്ട, നേരെ താഴോട്ടേക്ക് വീഴും. പക്ഷെ അതേസമയം നേരെ തിരിച്ചിട്ട് ആലോചിച്ച് നോക്ക്, ഞാൻ ആ പറയുന്ന സൈക്കിള് വെറുതെ ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കൂലല്ലോ. എന്നാൽ മുകളിൽ എന്താ സംഭവിച്ചത്, അത് കാരണം നേച്ചറിന്റെ ഒരു ഇതായത് എവറിത്തിങ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. മുകളിലത്തെ സൈക്കിള് ഞാൻ പെഡൽ ചവിട്ടിയിട്ടില്ലേ പോലും അതിങ്ങനത്തെ താഴോട്ട് അങ്ങ് പോയിക്കോളും. പക്ഷെ ലോ പ്രഷർ, അതായത് താഴെ ഒരു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നേരിയ പരന്ന് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് എകരം വരെ കയറിയാന് ഏതത്ര ചവിട്ടേണ്ടി വരും. ഇങ്ങനെ വെറുതെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ വണ്ടി മുകളിലോട്ടേക്ക് എത്തുന്നില്ല. സോ വി സേ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. അത് ആക്ച്വലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ എയറിൻ്റെ അടുക്ക് കൊടുത്തപ്പോൾ ഇവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഈ ബലൂൺസിനുള്ളിൽ ഹൈ പ്രഷറാണ് ഉള്ളത്. അപ്പൊ അതെന്തായി, ഈ ഹൈ പ്രഷർ ലോ പ്രഷറിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ അടുത്തേക്ക് വന്നത്. ദാറ്റ്സ് വൈ ദീസ് ടു സ്റ്റിക്ക് ടുഗദർ. വീണ്ടും കാണിക്കുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും കാണുന്നുണ്ട്, ഞാൻ ഇത് കൊടുത്തപ്പോൾ ഇത് അടുത്തേക്കാണ് വരുന്നത്. സോ ദിസ് ഇസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. എന്താണ്, നമ്മളെ പ്രഷർ ഡിക്രീസസ്, വെലോസിറ്റി ഓഫ് എയർ ഇൻക്രീസസ്, അങ്ങനെയും കൂടി പറയാറുണ്ട്. കാരണം എന്താ, ഞാൻ വെലോസിറ്റി ഓഫ് എയർ ഇവിടെ ഇതിന്റെ സ്പീഡ് കൂട്ടിയപ്പോൾ ഇതിന്റെ പ്രഷർ കുറഞ്ഞു. അതും ഇതിന്റെ ഒരു ആപ്ലിക്കേഷനിൽ, ഐ മീൻ അതിന്റെ ഒരു ഡെഫിനേഷനിൽ വരുന്ന ഒരു കാര്യം. അത് പ്രഷർ ആൻഡ് വെലോസിറ്റി ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. വെൻ വൺ ഇൻക്രീസസ് ദ അതർ ഡിക്രീസസ്. അപ്പോൾ എന്താണ്, P + ½ ρv² + ρg = a constant. അതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്, as we move along a streamline flow, the sum of pressure, kinetic energy per unit volume and potential energy per unit volume remains a constant. അപ്പോൾ എന്താണ്, ഇതിന്റെ ആപ്ലിക്കേഷന് ബെർണോളിസ് പ്രിൻസിപ്പിൾ വളരെയധികം കാതലായ ഒരു പ്രിൻസിപ്പിളാണ്. നമ്മൾ പല സ്ഥലത്തും എന്താ പറയുക, നമ്മളിപ്പോൾ എയർപ്ലെയിന് മുകളിലേക്ക് പോകുന്നത് പോലും ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷനിലാണ്. നമ്മൾ അതിന്റെ ഒരു ചിറകുകൾ, നമ്മളെ എയറോപ്ലെയിന്റെ ചിറകുകൾ ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഭാഗം കുറച്ച് കർവായിട്ടും താഴത്തെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് നേരിയതായിട്ടാണ് വെച്ചിരിക്കുന്നത്.
അതിതേ ഈ പറയുന്ന ഈ പ്രഷർ ഡിഫറൻസ് കാരണം ഉണ്ടാവുന്ന അതിലേക്ക് വരണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ താഴെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുകളിലേക്ക് എത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം, ഈ പറയുന്ന ഇത് മുകളിൽ ലോ പ്രഷർ വേണം നമ്മളെ, അതായത് ചെറുകിൻ്റെ മുകളിൽ ലോ പ്രഷർ വേണം, താഴെ ഹൈ പ്രഷർ വേണം. അങ്ങനെയാണ് ഈ ഹൈ പ്രഷർ മുകളിലോട്ടേക്ക് ലോ പ്രഷർ ഏരിയയിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ ഇങ്ങനെ പോകുന്ന വിമാനം, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനം ഇങ്ങനെ മുകളിലേക്ക് എത്തിപ്പോകുന്നത്. സോ ദാറ്റ്സ് കോൺസെപ്റ്റ് ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ യൂസിങ് 2 ബലൂൺസ്. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ചോദ്യം പഠിക്കാൻ പോയിട്ട് കാര്യമില്ല. എന്തായാലും എക്സാമിന് 5 മാർക്കിന് മിനിമം ചോദിക്കുന്ന ഡെറിവേഷൻ പ്ലസ് ഇക്വേഷൻ പ്ലസ് അതിൻ്റെ പ്രിൻസിപ്പിളും. ഞാനിപ്പം പറഞ്ഞ ആസ് വി മൂവ് അലോങ് എ സ്ട്രീം ലൈൻ ഫ്ലോ ആ പറയുന്ന ഡെഫിനിഷനും. ഇത് ആണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ, വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് എക്സ്പെരിമെന്റ്സ്. നമ്മൾ പ്ലസ് 1 ഫിസിക്സിലെ റൊട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലൊരു കോൺസെപ്റ്റാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഈ പറയുന്ന നമ്മൾ സാധാരണ അറിയാം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇറ്റ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്നാണ്. അതായത് നമ്മൾ ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവപ്പെടുന്ന നമ്മുടെ കയ്യിലുണ്ടാകുന്ന ആ ഒരു വെയിറ്റ്. ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോന്നുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഏകദേശം സെയിം ആയിട്ടുള്ള 2 വടി എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇത് ഈക്വൽ ലെങ്ത് ആയിട്ട് കൂട്ടാം. അതേപോലെ 2 വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതും 2ലും നിറച്ചിട്ടുണ്ട്. ആകെയുള്ള വ്യത്യാസം ഇത് നിറച്ചിരിക്കുന്നത് ഏകദേശം ഈ ഒരു മഗിന്റെ കംപ്ലീറ്റ് 4 വാട്ടർ ബോട്ടിലും വെള്ളം നിറച്ചിട്ടുണ്ട്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ എൻ്റെ കയ്യിലുള്ള റോഡിന്റെ കയ്യിൻ്റെ അടുത്താണ് 2 ബോട്ടിലുള്ളത്. എൻ്റെ കസിൻ്റെ കയ്യിലുള്ളത് 2 അറ്റത്തായിട്ടല്ലത്. അപ്പൊ നമ്മളെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഈ ഒരു റോഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. നമുക്ക് നോക്കി നോക്കാം. റൊട്ടേറ്റ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ കസിന് മെല്ലിനെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഭയങ്കര ശക്തി കൂടുതലാ, ഇവന് ശക്തി കുറവാ. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി നോക്കാം. ഇതാ ഇനി ചെയ്ത് നോക്കാം. ഇനി ആയിരിക്കും പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നോക്കാലോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ആരൊക്കെയാണ് കൂടുതൽ ശക്തി ഉള്ളത് എന്നതൊന്നല്ല. നമ്മളിവിടെ ആക്ച്വലി നടക്കുന്നത് ഇപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I is equal to mr² ആണ്. നമ്മളിവിടെ മാസ് എന്ന് പറയുന്ന ടേം ഇവിടെ കോൺസ്റ്റന്റ്. എല്ലാ 4 വാട്ടർ ബോട്ടിലും സെയിം മാസ് തന്നെ ഉള്ളത്. ഇവിടെ ആകെയിലെ വ്യത്യാസം വരുന്നത് ആ പറയുന്ന R എന്ന് പറയുന്നത്, ഇതിപ്പോ എന്റെ കൈ ഞാനിപ്പോ ഇവിടെ ഇത് വെച്ചതാണ്. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ ഇതിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് ആണ്. ഇതാണ് ആക്സിസ് ഓഫ് റേഡിയസ് എന്ന് പറയുന്നത്. റേഡിയസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ഒരു കേസിൽ, ഈ ഒരു റോഡിന്റെ കേസിൽ അല്ലെങ്കിൽ ഇത് ആദ്യം പറയാം. ഈ ഒരു കേസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എന്റെ കൈന്റെ അടുത്താണ് ഈ പറയുന്നത്. ഇതിപ്പോ ഒരു 1x ഡിസ്റ്റൻസിലാണ്. ഇതിപ്പോ ഒരു x ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഒരു x ഡിസ്റ്റൻസിലേക്ക് ഉള്ളത്. അപ്പൊ എനിക്ക് വളരെ പെട്ടെന്ന് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ mr². അപ്പോ ഇത് ഈ ഡിസ്റ്റൻസ് അടുത്തില്ല. അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇത് മാറ്റി ഇതെടുത്തപ്പോ എന്തായി, ഇവിടെ ഡിസ്റ്റൻസ് കൂടി. ഞാനിപ്പോ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ 1x ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതിപ്പോ ഇവിടെ 2x ഡിസ്റ്റൻസ് ഡബിൾ ആയി വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇതെന്തായി, നമ്മൾ R² എന്ന് പറയുന്ന ടേം എന്തായി, സ്ക്വയർ ആയതുകൊണ്ട് തന്നെ 2 എന്നുള്ളത് 4 ആയി. അത് ആക്ച്വലി എനിക്ക് ഒറ്റയടിക്ക് ഈ x എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാരണം എനിക്ക് അനുഭവിക്കേണ്ട ലൈവിന് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനിക്ക് ഒരു മാസ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ എന്തായി 4 ടൈംസ് ആയി. അപ്പൊ അതുകൊണ്ടാണ് ഇത് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, നല്ലോണം പ്രയാസപ്പെട്ടിട്ടാണ്. ശരിക്കും ഒരു കൈ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൈ നമ്മൾ ആ ഒരു ടെൻഷൻ വരും എന്നതാണ്. അപ്പൊ ഈ പറയുന്ന ഡിസ്റ്റൻസ് കൂടുമ്പോഴാണ് നമ്മളെ റൊട്ടേഷനിൽ പറയുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുന്നത്. സോ ഡിസ്റ്റൻസ് ഇൻക്രീസ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇൻക്രീസസ് എന്ന് പറയേണ്ടത്. ഇതിപ്പോ ഡബിൾ ആയാൽ തന്നെ എന്തായി 4 പ്രാവശ്യത്ത് അത്രയും വെയിറ്റ് എന്റെ കൈന്റെ ഈ ഒരു റിസ്റ്റിന്റെ മുകളിൽ വന്ന്. അപ്പൊ എനിക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ അത്രത്തോളം കഷ്ടമായി.
മാസിലെവിടെയും മാറ്റമില്ല, മാസ് മൊത്തം കോൺസ്റ്റന്റ് ആണ്. ആകെ വ്യത്യാസം വരുന്നത് ഈ 6 എന്ന് പറയുന്ന ടേമിലാണ്. അത് R² ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് മാറ്റം വരുത്തുമ്പോഴത്തേക്ക് അത്രയും വെയിറ്റ് ആണ് എനിക്ക് എക്സ്ട്രേറ്റ് എന്റെ റൊട്ടേറ്റ് ചെയ്യാൻ കൊടുക്കേണ്ടി വരുന്നത്. ഇത് പിന്നെ എടുക്കുന്ന സമയത്ത് ഞാനിപ്പോ കാണിച്ച് ഇതിപ്പോ ഡിസ്റ്റൻസ് കുറഞ്ഞ് അതായത് വളരെ എളുപ്പത്തിൽ ഈ ഒരു സംഭവം റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഇസ് കോൺസെപ്റ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ.